ഇത് ക്ലബ് FM സ്റ്റാർ ജാം വിത്ത് ഷാൻ ആൻഡ് മനോജ് കെ ജയൻ. കാക്കിക്കുള്ളിലെ കവിഹൃദയം കേൾക്കട്ടെ. തട്ടത്തിൻ മറയത്തെ പോലീസുകാരൻ റിയൽ ലൈഫിൽ എഴുതിയ പ്രണയ കവിത അല്ലെങ്കിൽ കഥ. ഒരു കുട്ടി, എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ ആ സൈഡിലാണ്, ഒരു ഫംഗ്ഷൻ പോയപ്പോൾ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഒരു സുന്ദരിയായ കുട്ടി അവിടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ആദ്യ സുന്ദരി. ഞാനാണെങ്കിൽ വീണു പോയനെ. നീലരാവിലിന്നു നിന്റെ താരഹാരമിളക്കി. ഈ പാട്ട് മൈക്കിൽ കൂടെ പാടുമ്പോൾ ഈ കുട്ടി നോക്കുമ്പോൾ ഈ കുട്ടി വളരെ ലയിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ഇങ്ങനെ ലയിച്ച് അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് കുഴപ്പമാവോ. അപ്പൊ പാട്ടൊക്കെ കഴിഞ്ഞ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഈ കുട്ടി ബാക്ക് സ്റ്റേജിൽ വന്നപ്പോൾ എന്റെ ഉറപ്പ് തീരുമാനം ഈ കുട്ടി വീണെന്നുള്ളതാണ്. പക്ഷെ ആ കുട്ടി എന്നെ മൈൻഡ് ചെയ്തില്ല, ഭയങ്കര ഓവർ ബലപ്പെടുത്തും. അപ്പൊ ഞാൻ കുറച്ചു നേരം പിന്നെ ഞാനങ്ങ് വിട്ടു. അപ്പോ അതിനൊക്കെ ശേഷം ഞാൻ അന്ന് രാത്രിയിൽ തിരിച്ച് തൃശ്ശൂരിൽ നിന്ന് മടങ്ങുമ്പോൾ ഭയങ്കര ഡെസ്പായിരുന്നു. അന്ന് ആ കുട്ടി മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. 3 ദിവസം കഴിഞ്ഞ പേര് ഇല്ലന്റ് വരുന്നു, ഒരുപാട് ഇല്ലന്റ് വരും. ആ കൂടെ ഒരു ലെറ്റർ വന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ, മനോജ് എന്നെ ഓർമ്മയുണ്ടോ, കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഇന്ന ഹാളിൽ ഇന്ന ഫംഗ്ഷൻ വന്നപ്പോൾ ഫ്രണ്ടിലിരുന്ന ഇന്ന കുട്ടി, ഇന്ന സാരി കൊടുത്ത് ഇന്ന കുട്ടി. ആ കുട്ടിയാണല്ലോ. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാം മനോജിനെ, എനിക്കാണ് ഒരുപാട് ഇഷ്ടം മറ്റാ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ ഭീകര ലവ് ലെറ്റർ. അതിനെ മറുപടി അയച്ചു. എങ്ങനെ ചുമ്മാ എനിക്കറിയുന്നത് മനോജ് കെ ജയന്റെ പ്രണയലേഖനത്തിൽ മനസ്സിലുള്ളത് അവളെ ഞാൻ അറിയിച്ചു. ഇഷ്ടമാണ് എന്നാലേ ശരിക്കും. അല്ലാതെ അപ്പൊ അല്ലെങ്കിൽ ഒരു സത്യം പറയണം. ഇല്ല, അന്നൊക്കെ പ്രണയൊക്കെ ഉണ്ടേ. നമ്മള് കല്യാണം കഴിച്ചിട്ടില്ല, ബാച്ചലർ ലൈഫല്ലേ. സത്യം. പിന്നെ സിനിമയിൽ വന്ന സമയമല്ലേ. അപ്പൊ അങ്ങനെ ആ കുട്ടിയായിട്ട് ചെറിയൊരു പ്രണയം, ലെറ്ററിലൂടെയുള്ള പ്രണയം, വേറെ അന്ന് കാണാനൊന്നും പറ്റില്ല. അങ്ങനെ അങ്ങനെ തീർന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനോജ് കെ ജയൻ ഇന്ന് പ്രേമിക്കുന്നവരടുത്ത് കൊടുക്കുന്ന ഒരു ഉപദേശം എന്താ? മനസ്സ് തമ്മിൽ അടുത്താലേ പ്രേമം ഉണ്ടാവുള്ളൂ, അല്ല ഒരു തേങ്ങ ഉണ്ടാവില്ല. ടൺ കണക്കിന് സ്ലാങ്ങിൽ പറയണത് ടണ്ണുകൾ കണക്കിന് ഫണ്ട്. ടണ്ണുകൾ കണക്കിന് ഫണ്ട്. So Club FM ഇത് മനോജ് കെ ജയൻ ഓൺ സ്റ്റാർ ജാം. പ്രണയം തലയ്ക്ക് പിടിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു കയ്യും കണക്കില്ല. തട്ടത്തിൻ മറയത്തിൽ അങ്ങനെ പലതും കാണിച്ചു വിട്ടുന്നുണ്ട്. എന്തൊക്കെ കാണിച്ചു വിട്ടിട്ടുണ്ട് മനോജ് കെ ജയൻ? കംപ്ലീറ്റ് വൺ വേ പ്രണയം വരുന്നുണ്ട്. ഞാനൊരു ഒട്ടും ഗട്ട്സ് ഇല്ലാത്ത ഒരാളാണ് ഈ ഒരു കാര്യത്തിൽ. പ്രേമിക്കാൻ ഗട്ട്സ് ഇല്ലാത്ത മീൻസ് അങ്ങനെ എനിക്ക് പേടിയാണ് അവരെന്തെങ്കിലും തിരിച്ചു പറയുമോ. അത്യാവശ്യം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കുട്ടി ഇഷ്ടമാണെങ്കിൽ അത് നമ്മൾ അത്യാവശ്യം നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പോയി ഒന്ന് അപ്രോച്ച് ചെയ്യാനുള്ള ഭയങ്കരമായ സഭാകമ്പം. സ്വന്തം തട്ടത്തിൻ മറയത്തെ കഥ പറയാമോ? അല്ല, പറഞ്ഞിട്ട് കാര്യമല്ലോ. ഒരേ സമയം 3-4 പേരെ പ്രണയിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും ഒരാളോട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അന്നോ ഇന്നോ? ഇന്നോ ഇന്ന് പറ്റില്ല. അല്ല, ഭ്രാന്ത് പിടിച്ചല്ല. എനിക്ക് അങ്ങനെ എല്ലാരും ഇഷ്ടമാണ്. അത് ഒരു രോഗമാണോ? പക്ഷെ എനിക്കറിയില്ല. എനിക്കും അത് തന്നെയാണ് സ്വഭാവം. ആണോ? കാണുന്നവരൊക്കെ എനിക്കൊന്നും ഇഷ്ടമായിരുന്നു. അതായിരിക്കും എന്റെ അന്നത്തെ പരാജയ കാരണം. ഒരാളെ സ്നേഹിക്കാൻ പറ്റാൻ ഞാൻ അല്ലേ. ഗട്ട്സ് ഉണ്ടായ കാലത്തിൽ എങ്ങനെയായിരുന്നു അപ്രോച്ച് ചെയ്തത്? അപ്പൊ ഗട്ട്സ് ഉണ്ടായത് ഈ സിനിമയിലായി കഴിഞ്ഞപ്പോഴത്തേക്കും പലരും നമ്മളെ വഴിയിലൊക്കെ അയച്ച് കാണുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുമല്ലോ. അപ്പൊ പിന്നെ നമുക്ക് അതിൽ നിന്ന് പിടിച്ച് ഇങ്ങോട്ട് മനോജ് കെ ജയനെ വളയ്ക്കാൻ നോക്കിയിട്ടുണ്ടോ? എത്രയോ പേര്. പിന്നെ വന്ന സമയമല്ലേ. അല്ല, അങ്ങനത്തെ ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ചിലതൊക്കെ നമ്മൾ അങ്ങനെ പ്രണയിച്ച് അങ്ങനെയൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അതെങ്ങനെയായിരുന്നു? മൊബൈലില്ല, പിന്നെ എങ്ങനെയായിരുന്നു? മറ്റേ മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ കിന്നാരമായിരുന്നു അത്? ഇല്ലൻ പ്രണയം. അതായിരിക്കും ഞാൻ ഈ പടത്തില്ലാതെ പറയാം. എഴുതണം, നീ നിന്റെ മനസ്സുള്ളവർക്ക് എഴുതണം. അപ്പോൾ അവിടെ മനസ്സ് എന്തൊക്കെ പറയുന്നില്ല. ഞാൻ കത്തെഴുതിയിട്ടുണ്ട്. ചില കുട്ടികൾ ഇങ്ങനെ അവരുടെ ലിപ്സ്റ്റിക് വെച്ച് കിസ് ചെയ്തിട്ട് ഇങ്ങനെ ആ പാടൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ അയച്ച് ഞാനായാലും പറയണം. എന്താ നിങ്ങൾ ഷാനി പറയുന്നത്? ഒരു കൺട്രോളില്ല. മൊബൈലിലുള്ള ലവും കത്തുകൊണ്ടുള്ള ലവും നമ്മൾ വ്യത്യാസം എന്താ? കത്തുകൊണ്ടുള്ള തന്നെയാണ് ഒരു സിൻസിയറിറ്റി എനിക്ക് ഫീൽ ചെയ്യാണ് ഇപ്പോൾ. ഒരേ സമയം നമ്മൾ യാഹൂ മെസ്സഞ്ചറിൽ കയറുന്നിട്ട് 4 പേരെ പ്രണയിക്കുന്ന കാര്യമില്ല. മറ്റത് ഇച്ചിരി സ്ട്രെയിൻ ഉള്ള പരിപാടിയാണ്. ഇല്ലന്റ് പോയി മേടിച്ച് അതിനുള്ള സ്റ്റാമ്പ് മേടിച്ച് കുത്തിയിരുന്ന് എഴുതി കറക്റ്റായിട്ട് ഒട്ടിച്ച് പോസ്റ്റ് ബോക്സിൽ കൊണ്ട് ഇട്ട് ഇച്ചിരി പണിയുണ്ട്. അപ്പൊ അതിന്റെ ഒരു സിൻസിയറിറ്റി അതിനുണ്ടാവും. ഇതല്ല, ഒറ്റ കുത്തിന് 4-5 ലിസ്റ്റ് ഇങ്ങനെ ഫ്രണ്ട്സ് ലിസ്റ്റ് വന്നിട്ട് 4 പേർക്ക് കൂടെ അവസാനം അങ്ങോട്ടും കൂടെ മാറിപ്പോയി അത് കലകായി അല്ലേ. എന്തെല്ലാം സംഭവങ്ങൾ നടക്കും. ഫൺ. So Club FM ഇത് മനോജ് കെ ജയൻ. Welcome back to the show, sir. Yes, ഷാൻ പറയൂ. Thank you so much for being on air with me. You most welcome. എല്ലാവർക്കും മനോജ് കെ ജയൻ എന്ന് പറഞ്ഞ സീനിയേഴ്സിൽ മതിലിയാടുന്ന സീന ഓർമ്മ വരണേ. മനോജ് കെ ജയൻ സത്യത്തിൽ ഏതെങ്കിലും മതിൽ ചാടിയിട്ടുണ്ടോ? ഒരിക്കലും ചാടിയിട്ടില്ല എന്നുള്ളതാണ്. ആ സീൻ ചെയ്യുമ്പോൾ വൈശാഖ് 1-2 പ്രാവശ്യം ഞാൻ മതിൽ ചാടിയപ്പോൾ വൈശാഖ് പറഞ്ഞു, മനോജേട്ടാ ഒരു 4-5 പ്രാവശ്യം കൂടെ അടുപ്പിച്ച് അങ്ങനെ ചാടാൻ പറ്റുമോ? ചാടി ഉറപ്പായിട്ടും തിയേറ്ററിൽ ക്ലാപ്പ് കിട്ടുന്ന ഒരു സീനായിരിക്കും. ഇപ്പൊ കാണിച്ചു തരാം. സിംപിളാ. ഇങ്ങനെ അങ്ങനെ
അങ്ങനെയല്ല, ഈ വലതുകാലം എടുത്ത് വെച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങോട്ട് മാറുന്നത്. ഇതുണ്ട് സിമ്പിൾ. സീനിയേഴ്സ് ആണ് മനോജ് കേജിന്റെ റീബർത്ത്. ആൻഡ് ഷോ ക്ലോസ് ചെയ്തതിനു മുമ്പ് മനോജ് കേജിന്റെ കോളേജ് ലൈഫ് എങ്ങനെയായിരുന്നു? നാട്ടകം കോളേജിൽ പഠിത്തവും കോട്ടയം CMS കോളേജിൽ ജീവിതവും. കാരണം എന്റെ കൂട്ടുകാർ മുഴുവൻ കോട്ടയം CMS കോളേജിലാണ്. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹവും കോളേജിൽ പഠിക്കുന്നെങ്കിൽ CMS കോളേജിൽ പഠിക്കണമായിരുന്നു. പക്ഷേ SLCക്കുള്ള മാർക്കിൽ നാട്ടകത്ത് തന്നെ കിട്ടിയത് വലിയ സംഭവമാണ്. ജസ്റ്റ് പാസ്. CMS കോളേജിൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ പോയി അവരുമായിട്ട് അവരുടെ ക്യാൻറ്റീനിലൊക്കെ കയറിയിരിക്കും. ചിലപ്പോൾ ചില ക്ലാസ്സുകളും കയറി നിന്നിട്ടുണ്ട്. പറയാൻ പറ്റും വേറൊരു കോളേജിൽ ക്ലാസ്സിൽ കയറിയിരിക്കാൻ പറ്റുമെന്ന്. വേറെ കോളേജ് ക്ലാസ്സിൽ കയറി നിന്നിട്ടുണ്ട്. കയറി ഇരുന്നിട്ട് അവരുടെ കൂടെ അമ്മാരെന്നെ സപ്പോർട്ട് ചെയ്യും. നീ കയറി ഇരുന്നോടാന്ന് പറയും. ഈ ടീച്ചർ ബോർഡിൽ എഴുതാൻ പോകുന്ന ക്യാപ്പിൽ കയറിയിരിക്കും, ബോർഡിൽ എഴുതാൻ പോകുന്ന ക്യാപ്പിൽ ഇറങ്ങി പോവുകയും ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിൽ പോലെ കോട്ടയം CMS കോളേജിന്റെ വരാന്തയിൽ എന്തെങ്കിലും കഥ ഉണ്ടായിട്ടുണ്ടോ? അവിടെ ഒരു പ്രത്യേകതരം കാറ്റുണ്ട്, പക്ഷെ അതിന് ഒരു തരം നാറ്റമായിരുന്നു. അതുകൊണ്ട് എനിക്ക് റൊമാൻറ്റിക് മൂഡ് ഉണ്ടായിട്ടില്ല. സോ ഫൈനലി നമ്മൾ ഷോ ക്ലോസ് ചെയ്യാൻ പോവാണ്. താങ്ക് യു വെരി മച്ച് സർ. എന്താണ് മനോജ് കേജൻ ഫേസ്ബുക്കിൽ ചോദിക്കാൻ പോണ ക്വസ്റ്റ്യൻ? ഫേസ്ബുക്കിലെ ക്ലബ് FM കോൺടെസ്റ്റ് എന്നുള്ള പേജിൽ സാറുടെ ക്വസ്റ്റ്യൻ. ടെൽ മീ. ഞാൻ കോളേജിൽ പോയിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. നാട്ടകം ഗവൺമെന്റ് കോളേജിൽ പോയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്ത് പഠിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞേ പറ്റൂ. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ചോദിക്കുകയാണ്. നാട്ടകം ഗവൺമെന്റ് കോളേജ് കോട്ടയത്തിൽ പോയി മനോജ് കേജൻ പഠിച്ച ഡിഗ്രി എന്ത്? ഓപ്ഷൻ എ പ്രീ ഡിഗ്രി. ഒരു മോശം ഡിഗ്രിയാണോ? പ്രീ ഡിഗ്രിയാണ് പഠിച്ചത്. ഞാൻ പറയില്ല, നിങ്ങൾ പറയണം. ഓപ്ഷൻ ബി BCom ഫസ്റ്റ് ക്ലാസ്. BCom ഫസ്റ്റ് ക്ലാസ്. ഓപ്ഷൻ സി MA എക്കണോമിക്സ്. സീനിയേഴ്സിൽ രണ്ടാമത് പഠിക്കാൻ ഞാനും ജയറാമും ബിജു എല്ലാം കൂടെ ചാകുതികളെ പഠിക്കാൻ പോയത് MA എക്കണോമിക്സ് ആണ്. അതാണോ MA എക്കണോമിക്സ്? ഇതിൽ ഏതാണ് സത്യത്തിൽ മനോജ് കേജൻ പഠിച്ചിട്ടുള്ളത്? ആൻഡ് ദേ പോയി ദാ വന്നു. എന്റെ സ്റ്റൈലിൽ പറഞ്ഞ ടൺ 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 കണക്കിന് ഫൺ. ടൺ 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 കണക്കിന് ഫൺ. താങ്ക് യു സർ. താങ്ക് യു.